വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ഓഫ് 2025, ഏക്കോ. സംവിധായകൻ രഞ്ജിത്ത് അയ്യത്താൻ, നായകൻ സന്ദീപ് പ്രദീപ്. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. എനിക്ക് ഈ പറയുന്ന കിഷ്കിനാടൻ ടീം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയായിരുന്നു എന്നെ വിളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവരുടെ ടാലൻറ്റ് മനസ്സിലാവും. ഭയങ്കര വേഴ്സറ്റൈൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ ആക്ടറാണ്. അല്ല, പഠിക്കാത്ത പരിപാടി നടക്കില്ല, പറയാൻ പറ്റില്ല. ഉണ്ടാവാം. അല്ല, ആ പോസ്റ്റർ തന്നെ പേടിച്ചിട്ട് നിൽക്കുന്നത്. നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചാൽ ആക്ച്വലി പേടിച്ചിട്ട് തന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ടുള്ള സംഭവം. ആദ്യം തന്നെ ഒരു കൺഗ്രാചുലേഷൻസ്. കാരണം 55th കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡ്സിൽ ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് ആക്ടർ, സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെ കൊണ്ടുവന്ന സിനിമയാണ് കിഷ്കിന്ധ കണ്ട. അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ എങ്ങനെയുണ്ട്? ഹാപ്പിയാണ് എല്ലാ രീതിയിലും. വലിയ കാര്യമല്ലേ ഒരു സ്റ്റേറ്റ് അവാർഡ് സെക്കൻഡ് മൂവിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഹാപ്പി. അപ്പം അതുപോലത്തെ ഒരു പാത്ത് ബ്രേക്കർ ഫിലിം ചെയ്യുന്നു. അതിനുശേഷം അധികം ഡിലേസ് ഇല്ലാണ്ട് തന്നെയാണ് ഒരു പടം വീണ്ടും അനൗൺസ് ചെയ്യുന്നതും അതിന് വളരെ പെട്ടെന്ന് തന്നെയാണ് ഔട്ട് പോലെ നമുക്ക് ഈ ഒരു ആഴ്ച ഇറങ്ങുന്നതും. അപ്പം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ്, വാട്ട് ഡസ് എക്കോ മീൻ ടു യു? ആക്ച്വലി കിഷ്കിന്ധാടനത്തിൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഡിസ്കഷൻ എല്ലാം പോയിക്കൊണ്ടിരുന്നു. മുന്നേ എഴുതിയതായിരുന്നു കിഷ്കിന്ധാടനം. എനിക്കൊന്ന് 2021 തന്നെ കിഷ്കിന്ധാടനം ആ സമയത്ത് തന്നെ എഴുതിയ സ്ക്രിപ്റ്റാണിത്. അപ്പോൾ നമ്മൾ കിഷ്കിന്ധാടനം കുറച്ച് ഡിലേ ആയ സമയത്ത് നമ്മൾ ഒരേ ടൈമിൽ തന്നെ ചർച്ച ചെയ്ത സാധനമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഓക്കെ ഒരു പെട്ടെന്ന് എപ്പോഴും ഞാനും ബാഹുൽ എപ്പോഴും ചിന്തിക്കാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു മൂവി ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കക്ഷി അമ്മിളിപ്പിന് ശേഷം ഒരു ഭയങ്കര ഒരു ഡിലേ ഉണ്ടായിരുന്നു നമ്മുടെ നെക്സ്റ്റ് മൂവി എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഡിലേ എന്ന് പറഞ്ഞാൽ ഓരോ കാരണങ്ങളുമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കുന്നത് പറഞ്ഞാൽ ഒരു നല്ലൊരു കണ്ടന്റ്, പ്രൊജക്ഷൻ മീൻസ് പ്രോഡക്റ്റ് വൈസ് എല്ലാം ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അത്ര കൂടുതൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെ, കൂടുതൽ ലൊക്കേഷൻസ് ഒന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഒരു മൂവി ചെയ്യാന്നുള്ള ഒരു തോട്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹൈ ആയി എന്ന് പറയാം. എന്താ പറഞ്ഞാൽ ഭയങ്കര കിഷ്കിന്ധാടനം പോലെ തന്നെയായിരിക്കും. എനിക്ക് കേട്ടപ്പം തന്നെ ഞാൻ ബാബുവിനോട് പറഞ്ഞത് പോലെ ഇത് നമുക്ക് എന്തായാലും ചെയ്യണമെന്ന്. അപ്പോൾ എങ്ങനെ ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആര് ആർട്ടിസ്റ്റ് ഈ രീതിയിൽ സംസാരിച്ചപ്പോൾ ഓക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് യങ്സ്റ്റ് ആരാന്നുള്ള രീതിയിൽ സന്ദീപിൻ്റെ പേര് നമ്മളിങ്ങനെ സജസ്റ്റ് വന്നു. അപ്പോൾ ഓക്കെ സന്ദീപാണ് ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് പടങ്ങൾ നോക്കുമ്പം പടക്കളും ജിംഖാന എന്നുള്ള മൂവീസ് എല്ലാം വരാൻ പോകുന്നു. എന്തുകൊണ്ടും നമുക്ക് കറക്റ്റാണ്. നമ്മളെ ഇപ്പോൾ കിഷ്കിന്ധാടനവും ആ ഒരു രീതിയിൽ നല്ല അറിയപ്പെട്ടു. അതിനുശേഷം ഓക്കെ ഇവൻ ഈ പടങ്ങളും നല്ല രീതിയിൽ വരുന്നുള്ള ഒരു എസംഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഓക്കെ ഫൈൻ ഇത് തന്നെ തുടങ്ങാം. പെട്ടെന്ന് നടന്നു. അതിനുശേഷം പ്രൊഡക്ഷൻ വൈസ് എല്ലാം പെട്ടെന്ന് നടന്നു എന്നുള്ളതാണ്. ഫ്ലോയിൽ പോയി. അതെ കൂടുതൽ ആലോചിക്കുന്നില്ല. സന്ദീപിലേക്ക് വന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പടക്കളത്തിന് ശേഷം ഒരു ലീഡ് ക്യാരക്ടറായിട്ട് വരുന്ന സിനിമയാണ് എക്കോ എന്ന് പറയുന്നത്. അപ്പം അത് പേഴ്സണലി നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷകൾ, കോൺഫിഡൻസ് ബൂസ്റ്റർ അത് എന്തൊക്കെയാണ്? അല്ലെ, എനിക്ക് ഈ പറയുന്ന കിഷ്കിനാടൻ ടീം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷ തന്നെയായിരുന്നു എന്നെ വിളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നു. കാര്യം ഡെഫിനറ്റ്ലി ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു വൗ ഫാക്ടറുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ് ബാബുലേട്ടൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഐ മീൻ നെക്സ്റ്റ് മൂവി ഇത് തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കോൺഫിഡൻസ് തരുന്നത് ഈ കിഷ്കിന്ധാടനം എന്ന് പറയുന്ന ഒരു മൂവി എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയാണ്. അല്ലെങ്കിൽ അത് ഇറങ്ങിയതിന് ശേഷം ഞാൻ രഞ്ജിത്തേട്ടന് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത് നല്ല സിനിമയാണ്, എനിക്ക് താങ്കളോട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവർ ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതിന് ശേഷം പെട്ടെന്ന് തന്നെയാണ് എന്നിലേക്ക് ഈ സിനിമ വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരു സിനിമയാണ് എക്കോ. അത് ഞാൻ ചോദിക്കാനിരിക്കുകയായിരുന്നു. കാരണം കിഷ്കിന്ധ പോലൊരു ഗംഭീരമായ പടം ചെയ്യുന്നു. ആ പടത്തിന് ശേഷം അതേ ടീം നമ്മളിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പം കഥ കേൾക്കുന്നതിന് മുൻപും കഥ കേട്ടതിന് ശേഷം സന്ദീപിന്റെ ഒരു ഇമോഷൻ എങ്ങനെയായിരുന്നു? കേൾക്കുന്നതിന് മുമ്പ് ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ ഇതുപോലെ ഒരു ടീം വരുന്നത്? കേട്ട് കഴിയുമ്പോൾ ആ സ്റ്റോറിയും കൂടി അറിയാവുന്ന രീതിയിൽ ആ ഇമോഷൻ മാറിയല്ലേ? ആ ഒരു ഇമോഷൻ രണ്ട് സമയത്തെ ഇമോഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അല്ല, എന്നെ അവർ ആദ്യമേ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ചും കൂടെ എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ പോലെയുള്ള ഒരു ഫണ്ണായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ഞാനായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ച് ബിഹേവിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെറിയ സിനിമകളായിരിക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ വായിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഒരു കോണ്ടന്റ്, ഭയങ്കര ഡെപ്തുള്ളൊരു സിനിമ, ക്യാരക്ടറിന് നല്ലൊരു ആർക്കുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ക്യാരക്ടർ ഡെപ്തുള്ളൊരു സിനിമ. അപ്പം ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഇത് ഞാൻ ചെയ്താൽ ഓക്കെ അല്ലേ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല
നീ ആണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആള്. അപ്പോൾ എൻ്റെ ഒരു കൺഫ്യൂഷൻ ഇതായിരുന്നു. എനിക്ക് ക്യാരക്ടറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിൽ ബാഹുലേട്ടൻ എഴുതിയേക്കുന്ന ഒരു ശൈലിയുണ്ട്, ഒരു നമുക്ക് ബിഹേവ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ലിബർട്ടി എടുത്ത് ഒരുപാട് കൊളോക്കലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡയലോഗ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഇംപ്രൊവൈസ് ചെയ്യാനുള്ള ഒരു സ്പേസോ ഒരുപാട് ഉണ്ടാകാത്തൊരു സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ കാലഘട്ടമാണ്, പീരീഡാണ് സിനിമ. അപ്പോൾ എല്ലാ രീതിയിലും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ക്യാരക്ടർ. ഇപ്പം ഷൂട്ട് ചെയ്യുന്ന എൻവയോൺമെൻ്റ് ആണെങ്കിലും ക്യാരക്ടറിൻ്റെ ഡയലോഗ് ഡെലിവറി കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്ത് പറയേണ്ട ഡയലോഗുകളാണ്. അപ്പോൾ ഞാൻ മെമ്മറൈസ് ചെയ്ത് അങ്ങനെ ഒരുപാട് വലിയ വലിയ ഡയലോഗ്സ് പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര പുതിയൊരു കാര്യമാണ്. സന്ദീപ് ഭയങ്കര ഈസി അഡാപ്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. പെട്ടെന്ന് അത് നമുക്ക് ഈ പടക്കളത്തിൽ കാണാൻ പറ്റുമല്ലോ. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രണ്ട് നമ്മുടെ ഷർഫുദ്ദീൻ്റെ ക്യാരക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്തത് ഭയങ്കര, അപ്പോൾ അതിൽ തന്നെ അവൻ്റെ ടാലൻറ്റ് മനസ്സിലാവും. ഭയങ്കര വേഴ്സറ്റൈൽ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൽ ആക്ടറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ചേട്ടനായാലും ബാബുലായാലും സന്ദീപിനെ നോട്ട് ചെയ്യുന്നത് അന്താക്ഷരി പടത്തിലാണ്. അന്താക്ഷരിയിലാണ് നോട്ടീസ് ചെയ്തത്. അതിനുശേഷം ഫാലിമീനിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു. ലൈക്ക് അവരുടെ ടൈമിംഗ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പെട്ടെന്ന് ഓക്കെ ഇതാരാന്ന് ചോദിക്കുന്ന രീതിയിൽ, ഓക്കെ ഇത് ആർട്ടിസ്റ്റ് എന്നുള്ള ചോദിക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിൽ തന്നെ നോട്ടീസ് ചെയ്തു. പിന്നെ ഓക്കെ എന്തായാലും നെക്സ്റ്റ് പടങ്ങളെല്ലാം ചിന്തിച്ചു. ഓക്കെ പടക്കളമുണ്ട്, രണ്ടും മെയിൻ സ്ട്രീമിലേക്ക്. ഒന്ന് നമ്മുടെ ബേസിലിൻ്റെ അസോസിയേറ്റാണ് ഡയറക്റ്റ് ചെയ്തത്, മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ആപ്റ്റായ ആളാണ്. പിന്നെ ആർട്ടിസ്റ്റ് വൈസും നമുക്ക് അതാണ് നമ്മുടെ ക്യാരക്ടർ, അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടർ. അത് പുള്ളി ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിന് പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് ഓപ്ഷനായിരുന്നു. അപ്പോൾ ഈ അന്താക്ഷരിയിൽ നോട്ട് ചെയ്തു, വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് എക്കോയിലൂടെ നമുക്കത് മാനിഫെസ്റ്റേഷനിലൂടെ കിട്ടുന്നത്. അപ്പം ചോദിക്കാനിരിക്കുന്നത് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ആണോ? കാരണം ഇൻസ്റ്റാഗ്രാം ബയോയിൽ സ്റ്റാർസ് ആർ കോളിംഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത്? എൻ്റെ ഒരു ജീവിതത്തിൻ്റെ 80% മാനിഫെസ്റ്റേഷൻ. കാര്യം എപ്പോഴും ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ, ബാക്കി സംഭവിക്കുന്ന കാരണം തന്നെ. ഇപ്പം എനിക്ക് അന്താക്ഷരി അന്ന് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ വേണ്ട രീതിയിലുള്ള അപ്രിസിയേഷൻസോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ അധികം പേര് വിളിക്കുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതിൽ നിന്ന് എനിക്കൊരു സിനിമയിലേക്കൊരു ഓപ്പർച്യൂണിറ്റി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്രയും സിനിമകൾക്ക് ശേഷമാണെങ്കിൽ പോലും അന്ന് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ടാണ് ഇന്ന് എക്കോ ആയിട്ടത് തിരിച്ച് വന്നത്. അപ്പം എന്താണെങ്കിലും നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസം കുറച്ചും കൂടെ കൂടി. ഒരു FD ഇട്ടതുപോലെ ഇപ്പം. അതെ അതെ അതെ. പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറിച്ച് പറയണം. കാരണം നിങ്ങളുടെ ഒരു ഡ്രീം ഡുവോ തന്നെയുണ്ട്, രമേശ്, രഞ്ജിത്ത്, ആയതാൻ, ആ ഒരു ഡ്രീം ടീം തന്നെയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു, എന്താ നമ്മുടെ ലൈൻസ് എഴുതി തന്നാൽ അതിൽ നിന്ന് അങ്ങോട്ട് മാറാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പം അത്രയും ടു ദ പോയിന്റ് ആയിരിക്കും. നേരത്തെ പണ്ട് ബാബുലേട്ടനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴും അദ്ദേഹം തന്നെ പറഞ്ഞൊരു സംഭവം തന്നെ. അപ്പം രണ്ടുപേരോടും ഉണ്ട് ചോദ്യം, ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സന്ദീപിനോട് ഇങ്ങനെ ഫിക്സ്ഡ് ലൈൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം എന്തൊക്കെയാണ് നമുക്ക് ഒരു എന്താ പറയുക ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുന്നതും എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു എക്സ്പീരിയൻസിന്. അതെ, ബാബുലിൻ്റെ സ്ക്രിപ്റ്റ് നമുക്കറിയാലോ. ഇപ്പോൾ ലൈക്ക് മൂപ്പര കഥകളെല്ലാം ഭയങ്കര ടോട്ടലി അൺയൂഷ്വൽ തിങ് ആണ്, സാധാരണ കേൾക്കാത്ത. അപ്പോൾ അതിലെപ്പോഴും ഞാൻ എക്സൈറ്റഡാണ്. പക്ഷേ എൻ്റെ എക്സൈറ്റ്മെൻറ്റും ചാലഞ്ചും ഉണ്ട്. ലൈക്ക് അതെങ്ങനെ പുൾ ഔട്ട് ചെയ്ത് നമ്മൾ വിഷ്വലി എങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ എങ്ങനെ നമുക്ക് നെറേറ്റീവ് കൊണ്ടുപോകാമെന്നുള്ള ഭയങ്കര ചാലഞ്ചാണ്. അത് കിഷ്കിന്ധാടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടപ്പോഴും ഓക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. ദെൻ ചാലഞ്ചാണ്, ഇതെങ്ങനെ ചെയ്തു തീർക്കുന്നു. പക്ഷേ ഗോഡ് ഗ്രേസ് എല്ലാ രീതിയിലും നമുക്ക് ഒന്നെന്ന് പറഞ്ഞാൽ ടീമിൻ്റെ എഫേർട്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡയറക്ഷൻ ടീമായാലും ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ടോട്ടൽ ടീം അത്രയ്ക്കും ഇതിലായിരുന്നു. ലൈക്ക് എല്ലാ രീതിയിലും നമ്മൾ ഗിവൻ ടേക്ക്, ലൈക്ക് എന്ത് സജഷൻസ് പറയാനുള്ളൂ ഓക്കെ നല്ല സജഷൻസ് എടുക്കും. അങ്ങനെ നമ്മൾ ഓക്കെ ഒരു ഡയറക്ടർ ഇയാൾ ഇങ്ങനെ ഇരിക്കണോ അങ്ങനെയുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിലൊന്നും അങ്ങനെ വെക്കിയിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ കിഷ്കിന്ധാടനത്തിലെല്ലാം അങ്ങനെയായിരുന്നു കുറച്ച്. പക്ഷേ ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഫ്രീ ഫ്ലോ ആയിരുന്നു. എന്താ പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ ആ സാഹചര്യം അങ്ങനെയായിരുന്നു. ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത സാഹചര്യം ഭയങ്കര എന്താ പറയുക മഴയും കാറ്റും ഇതെല്ലാം നമ്മൾ വിചാരിക്കാത്ത എല്ലാം നടന്നിട്ടുണ്ട് ആ ഷൂട്ടിൽ. അപ്പോൾ നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന മുന്നേ നമ്മൾ ആലോചിച്ച സ്ക്രിപ്റ്റ് നമ്മൾ ആ ടെറൈൻ എന്നെല്ലാം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. അതിൻ്റെ വിഷ്വലിന് അങ്ങനെയായിരുന്നു നമ്മുടെ മൈൻഡിലുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ആ എഴുത്തും ആക്ച്വലി. പക്ഷേങ്കിൽ നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ മഴയായിരുന്നു. മഴ, കാറ്റും, മഞ്ഞും എല്ലാം ആയിരുന്നു. അപ്പോൾ
അതെല്ലാം ആഡ് ഓൺ ആണ്. ഇപ്പോൾ പടത്തിൽ ആഡ് ഓൺ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വലി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന അയ്യോ ഇതെങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു വിഷ്വൽ ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ അതെല്ലാണ് ബാഹുബലിയിലുള്ള ആ ചാലഞ്ച് ഞാൻ അത് ഏറ്റെടുത്തു. അത് ഡെലിവറി ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങൾ ഇനിയും ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ പടം കാണുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആദ്യമായിട്ടല്ലേ ബാബുലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിന്റെ കൂടെ നമ്മൾ ആസ് ആൻ ആക്ടർ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ്? ആസ് ഒരു ആക്ടറിനെ എന്താ പറയുക, ഗ്രൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു മിനുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക്ഷോപ്പായിരുന്നു ഈ സിനിമ. നമുക്ക് അങ്ങനെ വേണം പറയാൻ. കാര്യം ഡയലോഗുകളെല്ലാം ഈ കടിച്ചാ പൊട്ടാത്ത ഡയലോഗുകളുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അല്ല, അങ്ങനത്തെ പ്രശ്നമല്ല. അല്ലെങ്കിൽ ഭയങ്കര സ്പഷ്ടമായ ഒരു മലയാളം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്തൊരു സ്ലാങ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ പുള്ളി എഴുതിയേക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഒരു ഡയലോഗിനൊരു സ്പീഡ് ഉണ്ടാവും, ഒരു പോസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്തൊരു ക്രോണോളജിക്കൽ ഓർഡറിങ് ആയിരിക്കും വേർഡ്സിൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയുന്ന ഒരു ലാഘവത്തിൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ഡയലോഗ് തന്നെയാണ്. അപ്പൊ നാച്ചുറലി വരുന്ന ഒരു സാധനമല്ല, അതിനെ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന് അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. നമ്മൾ ആ രീതിയിൽ തന്നെ പറയുമ്പോൾ ഒരു ക്യാരക്ടർ അതിനകത്തുണ്ടാവും. അപ്പം ഞാനായിട്ട് പറയുന്നതും ആ ഒരു രീതി പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇവർ എഴുതി വെച്ച ക്യാരക്ടർ സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് അഡാപ്റ്റ് ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് ഒരു ചാലഞ്ച് എന്ന് പറയുമ്പോൾ. അതും ചെറിയ ഡയലോഗുകളാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് വലിയ ഡയലോഗുകളൊക്കെ വരുമ്പോൾ അങ്ങനെ പേജ് കണക്കിനൊന്നും എനിക്കില്ല, പക്ഷെ പേജ് കണക്കിനുള്ള ആക്ടേഴ്സ് ഉണ്ട്. വിനീതേട്ടനൊക്കെ പേജ് കണക്കിനാണ് ഡയലോഗ്. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഷോട്ടൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും, ദൈവം ഇതൊക്കെ എങ്ങനെ പറയണം എന്നൊക്കെ ആലോചിച്ച്. അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ച് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. കാര്യം ഇത്രയും വെറ്ററായിട്ടുള്ള ആക്ടേഴ്സ് വന്ന് ഇത് പെർഫോം ചെയ്യുമ്പോൾ നമുക്കും ഓക്കെ ഇങ്ങനെയൊക്കെ ആവണം, ഒരിക്കൽ നമുക്കും ഇത്ര പേജ് കണക്കിന് തന്നാൽ പറയാൻ പറ്റണം എന്നുള്ളൊരു ചാലഞ്ചിങ് ആണ് ഇതെല്ലാം. ഓരോ ദിവസവും അങ്ങനത്തെ ഒരു ചാലഞ്ചസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. മമ്മൂക്കയുടെ മാസ് ക്ലാസിക്കൽ ചില റിമൈൻഡ് യു സംതിങ് അങ്ങനെയൊക്കെ എല്ലാം നോക്കി പഠിച്ചായിരുന്നു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്? അല്ല, പഠിക്കാത്ത പരിപാടി നടക്കില്ല. അതെ, പഠിച്ച് എന്താന്ന് വെച്ചാൽ ഇതിൽ ഇപ്പം ഞാൻ പറയട്ടെ, മഴ, കാറ്റ്, കോട, അത് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു ഡേറ്റിനനുസരിച്ചാണ് നമ്മൾ അഭിനയിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു ഗ്യാപ്പേ കിട്ടുള്ളൂ നമുക്ക് ആ ഡയലോഗ് പറയാൻ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തെറ്റിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം പ്രിപ്പയർഡായിട്ട് ചെയ്യുക എന്നുള്ളതാണുള്ളൂ. അപ്പോൾ അത് എന്തായാലും ചാലഞ്ചിങ് ആയിരുന്നു. അത് ഈ പോസ്റ്റേഴ്സിലെല്ലാം എല്ലായിടത്തും കാണുന്ന നമ്മൾ കാര്യം ഫ്രം ദി ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. അപ്പം ഇത് ചില ക്രോണിക്കിൾസ് വരുന്നു. അപ്പം ഇനി ഭാവിയിലും ഇതുപോലെ ക്രോണിക്കിൾസ് വരാൻ സാധ്യതയുണ്ടോ? ഇപ്പം പറയാൻ പറ്റില്ല, വിഷയമാണോ? അതെ, പറയാൻ പറ്റില്ല, ഉണ്ടാവാം. അത്രേ ഉള്ളൂ, മതി. അപ്പം ചോദിക്കട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ടീസർ ആയാലും ട്രെയിലർ ആയാലും നമ്മൾ ആ വിഷ്വല് കാണുമ്പോഴത്തേനും ഫുൾ കോട, മഞ്ഞ, പിന്നെ ക്ലിഫിന്റെ എൻഡിലൊക്കെ ഷൂട്ട് ചെയ്ത് സന്ദീപ് ബ്രോയുടെ ലാസ്റ്റിൽ പോയി എത്തുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും റിസ്കി ആയിട്ടുള്ള ഷോട്ട്സ് എടുക്കുന്നു. അപ്പം ആസ് എ ഡയറക്ടർ ഇതുപോലത്തെ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ നമ്മൾ എടുത്തു വെക്കുമ്പം നമുക്ക് സ്വയമേ ഈ ക്യാമറ വെക്കുന്നതിന് മുമ്പ് കൺവിൻസ് ചെയ്യണ്ടേ ഇത് ഓക്കെ വർക്കബിൾ ആണെന്നുള്ളൊരു സാധനമില്ലേ? അപ്പം അതെങ്ങനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് പ്ലാൻ ചെയ്യുമ്പോൾ? ഇല്ല, ആക്ച്വലി ഞാൻ കൃഷ്ണനാണ് മുഴുവൻ സ്റ്റോറി ബോർഡെല്ലാം ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു ആനിമേറ്ററും കൂടി ആയതുകൊണ്ട് ഞാൻ ടോട്ടലി പ്രോപ്പർ സ്റ്റോറി ബോർഡ് അതിലുള്ള വിഷ്വൽസ് ആയിരുന്നു. ഇപ്രാവശ്യം അതിനൊന്നും വേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട് അത്രയും നല്ല ടീമായിരുന്നു. നമ്മൾ ഡിസ്കഷൻ ചെയ്യും, ഓക്കെ ഇതാണ് ഇവിടെ നിർത്തിക്കാം. നമ്മൾ സേഫ്റ്റി എല്ലാം നോക്കിയിട്ടാണ്, അല്ലാതെ റാൻഡംലി അങ്ങനെ നിർത്തിക്കുന്നില്ല. സേഫ്റ്റി എല്ലാം നോക്കി, ഓക്കെ ഈ പ്ലേസിൽ നമ്മൾ സ്റ്റേജിങ് ചെയ്യുന്ന സമയത്തെല്ലാം പ്ലാൻഡ് ആയിരുന്നു. എല്ലാം അതാണ് നമ്മുടെ ടീമിൻ്റെ ഒരു എഫേർട്ട് ഭയങ്കര ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം പ്ലാൻഡായിട്ട് ചെയ്ത കാര്യങ്ങൾ. ഒരു ബ്ലോക്കിംഗ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു നമ്മുടെ നമ്മുടെ അസോസിയേറ്റിനെയോ അല്ലെങ്കിൽ AD-നെയോ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ ഇങ്ങനെയാണ് ക്യാമറ എല്ലാം അവിടെ തന്നെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ ഇങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ നടക്കുന്നത്, ഏതെല്ലാം സീൻസ് വരുന്നുണ്ട്. ഫുള്ളി പ്രീ പ്ലാൻഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ലൊക്കേഷനിൽ ഞങ്ങൾ ഒരു നിരന്തരം വന്നുകൊണ്ടിരുന്നു. പക്ഷേ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ. ഈ റോഡ് നമ്മൾ ഒരു ജീപ്പിൽ കയറി പോകണം, ജീപ്പ് കഴിഞ്ഞ് നമ്മൾ പിന്നെയും നടക്കണം ഒരു 2-3 കിലോമീറ്റേഴ്സ്. അങ്ങനെ ഉള്ള സ്ഥലങ്ങളാണ് ടോട്ടലി. എനിക്ക് തോന്നുന്നു അൺഎക്സ്പ്ലോർഡ് സ്ഥലങ്ങളായിരുന്നു നമ്മൾ. ഇത് ആക്ച്വലി കാഞ്ഞാറ്, കുളമാവ് എന്നെല്ലാം പറഞ്ഞ സ്ഥലങ്ങളാണ്. എനിക്ക് കൂടുതലൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ അവിടെ ഇതുപോലത്തെ ടെറൈനിലൊക്കെ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ പേടി ഉണ്ടായിരുന്നു. കാരണം ഡ്രോൺ ഷോട്ട് ഹൈറ്റ് കാണുമ്പോൾ തന്നെ പേടിക്കുന്നു. അപ്പോൾ നമ്മൾ അല്ല ഉറപ്പായിട്ടും പേടിയുണ്ടായിരുന്നു. പേടിക്കാൻ അതാ പോസ്റ്റർ തന്നെ പേടിച്ചിട്ട് നിൽക്കുന്നത്. നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചാൽ ആക്ച്വലി പേടിച്ചിട്ട് രക്ഷിക്കുന്നു പറഞ്ഞിട്ടുള്ള സംഭവം. അല്ല അത് പേടി ഡെഫിനറ്റ്ലി. കാര്യം നമ്മൾ എപ്പോഴും പോയി നിൽക്കുന്ന ഒരു സ്ഥലമല്ലല്ലോ, ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ പോയി നിൽക്കുന്ന സ്ഥലം. അപ്പോൾ എന്തായാലും പേടി ഉണ്ടാവും. ഇത് പേടിനേക്കാളും ഉണ്ടല്ലോ ഇപ്പം നമ്മൾ എന്താ പറയുക, നോർമലി ഒരാളുടെ ലൈഫിൽ പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കും, നോക്കിയൊക്കെ ആയിരിക്കുമല്ലോ പോയി നിൽക്കുക. ഇത് അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ക്യാരക്ടറായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്കിപ്പോഴും ഗ്രൗണ്ടിലേക്ക് ലുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു സീൻ പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ താഴെ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഒരു ടെൻഷൻ. അതുണ്ടായിരുന്നു. പേടി ബൈ പ്രൊഡക്റ്റാണ് ഈ സിനിമയുടെ. അപ്പോൾ ഇതുപോലെ ഒരു അൺഡിസ്ക്ലോസ് ലൊക്കേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലോർഡ് ആവാത്ത ഒരു ലൊക്കേഷനിൽ നമ്മൾ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ കാസ്റ്റിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുകയാണല്ലോ. കാസ്റ്റ് ആണെങ്കിലോ ലെജൻഡറി ആക്ടേഴ്സ് ആയിട്ടുള്ള വിനീത് ഏട്ടൻ വരുന്നു, അശോകൻ സാർ വരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസസ് ഒരു ന്യൂ കമർ, കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ കമർ എന്ന രീതിയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ലെജൻസിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ കഥ പറച്ചിലാണ് മൊത്തം? തീർച്ചയായിട്ടും കഥ പറച്ചിലാണ്. കഥ കേൾക്കലാണ് എൻ്റെ ജോലി, കഥ പറച്ചിലല്ല. കഥ പറച്ചിലിൻ്റെ ജോലി വിനീതേട്ടനാണ്. വിനീതേട്ടൻ പല പഴയ കഥകളെന്ന് പറയുമ്പോൾ നമുക്കിനെ ഭയങ്കര എന്താണ് ഹരിഹരൻ സാറിന്റെ കഥകളും അല്ലേ സാർ, എങ്ങനെ പല കഥകൾക്കൊക്കെ നമ്മൾ പഴയ കാലത്ത് ഇങ്ങനെ പോയി. എന്താണ് കുറേ സമയങ്ങളുണ്ടാവും. ഒന്നും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷൂട്ടില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ കഥകളാണ് കേൾക്കുക. അത് ഒരുപാട് ഒരു വിസ്ഡം ഒരു ബുക്കാണ് ഇവരെല്ലാവരും. നാരായണൻ ചേട്ടൻ എനിക്ക് കുറച്ച് പേരായിട്ടായിട്ട് ഒരുപാട് സീക്വൻസസ് ഉള്ളു. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറയുക സീക്വൻസ് ഉണ്ടായിരുന്നത് എനിക്ക് വിനീതേട്ടൻ്റെ കൂടെ. അപ്പോൾ വിനീതേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50 കഥ നമുക്ക് കിട്ടും. അത്രയും വിസ്ഡം കിട്ടും. അപ്പോൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാര്യം നമുക്ക് സ്റ്റഡി ചെയ്യുന്ന ഒരു സോണിലൂടെ നമ്മൾ പോകും. നേരത്തെ പറഞ്ഞില്ല, ഒരു ഗ്രൂമിംഗ് ആയിരുന്നു ഈ സിനിമ എല്ലാ രീതിയിലും. ആനിമേഷൻ ഡയറക്ടറാണ് ആയിരുന്നു, VFX ആർട്ടിസ്റ്റ് ആയിരുന്നു, വിഷ്വൽ ആർട്ടിസ്റ്റ് പെയിന്ററും ആയിരുന്നു. അപ്പം എങ്ങനെയാണ് ആസ് എ വിഷ്വലൈസേഷനിലേക്ക് വരുമ്പം ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? അതുപോലെ തന്നെ അതുകൊണ്ടാണോ നമ്മൾ ഇതുപോലത്തെ പടങ്ങൾ, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള പടങ്ങൾ, റിയലിസം ബേസ് ചെയ്തിട്ടുള്ള പടങ്ങൾ പിടിക്കുന്നത്? അല്ല, ഞാൻ ആക്ച്വലി ഇതിനു മുന്നേ കക്ഷയമണിപ്ലേ മുന്നേ ഞാൻ ഒരു ഫുട്ബോൾ സബ്ജക്റ്റ് ആയിരുന്നു ആസിഫിനോട് സംസാരിച്ചത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര വലിയൊരു സ്കെയിലിലൊരു പടമായിരുന്നു. കുറേ CG എല്ലാം വേണ്ടത് എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഭയങ്കര ചോരത്തുള്ളപ്പാണല്ലോ, CG ചെയ്യണം, മറ്റേ സംഭവമാക്കണം എന്നുള്ളത്. പക്ഷേ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരു പ്രൊഡ്യൂസറെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് മൂവിയായിരുന്നു. ഓക്കെ, നമുക്ക് ചെറിയൊരു ഗ്രൗണ്ട് സബ്ജക്റ്റ് എന്തെങ്കിലും നല്ല ചെറിയ സബ്ജക്റ്റ് ആദ്യം ഫലിപ്പിക്കാം. മീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അസിസ്റ്റൻ്റ് AD ഒന്നും ആകാതെ വന്നയാളാണ്. ഓൺലി തിങ് ഈസ് ഓക്കെ, എൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം മാത്രം ഉണ്ടായിരുന്നു, ആനിമേഷൻ ഷോർട്ട് ഫിലിം. ഇത് കാണിച്ചിട്ടാണ് ഞാൻ ഇവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം അപ്പോഴേ ഞാൻ വിചാരിക്കുന്ന ഓക്കെ ഇതൊന്നും അല്ല, ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുക. അപ്പോഴാണ് കക്ഷയമണിപ്ലേ വന്നത്. കക്ഷയമണി ചെയ്തു. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യണം എന്നല്ല, പക്ഷേ ഇനിയും ടൈം ആയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് കഴിയും. ഇതിലെല്ലാം CG ഉണ്ട് കേട്ടോ. എല്ലാ പടങ്ങളും ഞാൻ ചെയ്തതിലും CG ഉണ്ട്. ചെറിയ ചെറിയ CG ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പടത്തിലും CG ഓറിയൻറ്റഡ് ആണ് കുറേയൊക്കെ. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഫുട്ബോൾ പടം വരുമോ അറിയില്ല. ഇനി അത് കേട്ടാവുമെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് കറക്റ്റായിരുന്നു. എന്ന് പറഞ്ഞാൽ പല ആൾക്കാർ ഫുട്ബോൾ സബ്ജക്റ്റ് ആലോചിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതല്ല, ഓരോ സ്ക്രിപ്റ്റിനും ഓരോ ജാതകമുണ്ട്. അത് ആ സമയത്ത് നടക്കുള്ളൂ. നമ്മൾ എന്ത് ട്രൈ ചെയ്താലും അതിപ്പോഴും എൻ്റെ വീട്ടിലിങ്ങനെ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, 100% അത് എപ്പോഴെങ്കിലും വേറെ രീതിയിൽ മീൻസ് സെയിം സ്ക്രിപ്റ്റ് അല്ല വേറെ രീതിയിൽ ഞാൻ ചെയ്യാൻ. ഇനി സന്ദീപിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പടം നമ്മൾ 18-ാം പടിയിലൂടെ വരുന്നു. മമ്മൂക്ക എന്നൊരു ലെജൻഡിൻ്റെ കൂടെ അഭിനയിക്കുന്നു, സ്ക്രീൻ സ്പേസ് വരുന്നു. ആ ഒരു എക്സ്പീരിയൻസ്. ഓൾസോ പടക്കളം വിറ്റായതിനു ശേഷം രജനികാന്ത് സാറിനെ വീഡിയോ കോളിൽ ഹൈഫൈ കാണിക്കുന്നത് വേറെ എത്ര പേർക്ക് പറ്റും ആ ഒരു അവസരമൊക്കെ? ആ ഒരു 2 ലെജൻസിൻ്റെയും മീറ്റ് ചെയ്യാൻ പറ്റിയ ആസ് എ വെർച്വലി ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയും. അല്ല, മമ്മൂക്ക ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാര്യം 18-ാം പടിയുടെ ഷൂട്ടിൻ്റെ സമയത്ത് നമുക്കിങ്ങനെ ക്യാരക്ടർ ഇത്ര സീനുകളുണ്ട് അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് അറിയത്തില്ല നമ്മൾ ആരൊക്കെ മമ്മൂക്കയുടെ ഷെഡ്യൂൾ ഉണ്ടാവും ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു ലോട്ട് വീഴുന്ന പോലെയാണ്. അതിൽ എത്ര പേര് ഓക്കെ എന്നാൽ നീ വാ എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് സീനിലേക്ക് വിളിച്ചത്. അങ്ങനെ അപ്പോൾ കുറച്ച് പേരുണ്ട്, അധികം പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ ആരൊക്കെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. കഥ നമുക്കറിയില്ലല്ലോ. 18-ാം പടി ആ സമയത്ത് ഞാൻ ഓഡിഷൻ വഴി വരുന്ന, അപ്പം എങ്ങനെയായിരിക്കും സീൻസ് പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പം നാളെ എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല.
അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് മമ്മൂക്കയുടെ ഇങ്ങനെ ഒരു സീൻ ഉണ്ട്. അപ്പം സന്ദീപ് ഉണ്ട്, ഇല്ല എത്ര പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മേ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാളും നറുക്ക് വീണു. പുള്ളിനെ കാണാം എന്നുള്ള ഒരു ആഗ്രഹം അപ്പം തന്നെ എക്സൈറ്റഡ് ആയി. അങ്ങനെ മമ്മൂക്ക വന്നു, നമ്മുടെ എല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു, നമ്മളോട് സംസാരിച്ചു. പിന്നെ പേഴ്സണലായിട്ട് തന്നെ സംസാരിച്ചു, എന്താ പേര്, എവിടെ നിന്ന വീട്, എല്ലാവരോടും. അതാണ് പുള്ളിയുടെ ഒരു എന്താണ്. അപ്പോൾ ഞാൻ ഭയങ്കര ജീവിതത്തിൽ തന്നെ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അന്ന് സംഭവിച്ചത്. അതേപോലെ തന്നെ ഈക്വലി ഇത് ട്രാൻസിഷനാണ് തലൈവർ സൂപ്പർ സ്റ്റാർ വിളിച്ച്. അതെനിക്ക് ജസ്റ്റ് ഒരു നിസ്സാര സെക്കൻഡുകൾ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതായത് അവർ ഇതേപോലെ പടക്കളത്തിൻ്റെ ഇതിന് പോകുമായിരുന്നു, മറ്റേ അവർ കാണാം എന്നുള്ള രീതിയിൽ. സുരാജേട്ടനുണ്ട് അവിടെ, പുള്ളിയുടെ പടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം, ട്രെയിലറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിലാണ് ഇവരെല്ലാവരും കൂടെ ടീമിൽ പോയത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ അക്കൗണ്ട് ഷൂട്ടിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടി എന്നെ വീഡിയോ കോൾ ചെയ്യണം, എനിക്കൊരു ഹായ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്താ ഫിലിമോടെ ഹീറോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അമ്മ ഹീറോയോ, ആരോടെ ഹീറോ എന്നൊക്കെ പറയണതൊക്കെ ഞാൻ മൈൻഡില്ല. അപ്പം ഞാൻ പുള്ളി വിളിച്ചപ്പോൾ ഹേയ് കണ്ടാ ഹായ് 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 അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ ഹായ് സർ ഹായ് ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ തന്നെ പുള്ളി ഗുഡ് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഒരു 10-15 സെക്കൻഡ്സ്. അയ്യോ പിന്നെ ഞാൻ അപ്പം തന്നെ ചവറ സ്ക്രീൻഷോട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക കിട്ടാൻ വേണ്ടി. അതെ, അല്ല എനിക്കൊരു മെമ്മറി, ആരെയും വിശ്വസിക്കുന്നേക്കാളും ഞാനത് എപ്പോൾ തീർക്ക സംഭവിക്കുന്നത് അതൊക്കെ ഡെഫിനറ്റ്ലി അത് ഒരു വോ മൊമെന്റ് ആയിരുന്നു അത്.